കർത്തവ്യഭവൻ ഉദ്ഘാടനവും അമേരിക്കയുടെ തീരുവ ചുമത്തലിനെതിരായ നീക്കങ്ങളുമായിരുന്നു രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ആഭ്യന്തരം, വിദേശകാര്യം ഉൾപ്പെടെയുള്ള മന്ത്രാലയങ്ങൾ ഉൾപ്പെടുന്ന കർത്തവ്യഭവൻ 3 രാജ്യത്തിനാകെ അഭിമാനം നൽകുന്ന പദ്ധതിയാണ്. അതേസമയം അമേരിക്ക തീരുവ പ്രതിസന്ധി മറികടക്കാൻ ചൈനയുമായും റഷ്യയുമായും ഇന്ത്യ കൂടുതൽ അടുക്കുന്നു എന്ന സൂചനകളും പുറത്തുവരികയാണ്. രണ്ട് വാർത്തകളാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്തു നിന്നും ഏറ്റവും ശ്രദ്ധയാകർഷിച്ച കാര്യം. അതിൽ ഒന്നാമത്തേത് കർത്തവ്യഭവൻ 3 അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് 12:15 രാഷ്ട്രത്തിന് അത് സമർപ്പിക്കുകയും ചെയ്തു. വൈകിട്ട് അദ്ദേഹം ഈ കർത്തവ്യപഥത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ ചില കാര്യങ്ങൾ എടുത്തു പറയുകയുണ്ടായി. അത് വലിയ ശ്രദ്ധ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ജനങ്ങളോടുള്ള കർത്തവ്യ നിർവഹണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് ഭാരതം വികസനത്തിന്റെ പുതിയ പാതയിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രാലയങ്ങൾ കർത്തവ്യ ഭവനിലേക്ക് മാറുന്നതോടെ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിക്കും എന്നാണ് പ്രധാനമന്ത്രി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ വാടക ഇനത്തിൽ ചെലവായിരുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. ഈ പണം മുഴുവൻ സർക്കാരിന് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കാൻ സാധിക്കും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാര്യം, ആഭ്യന്തര മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, പെട്രോളിയം മന്ത്രാലയം, ഗ്രാമവികസന മന്ത്രാലയം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ കർത്തവ്യ ഭവൻ 3ലേക്ക് മാറാൻ പോവുകയാണ്. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി അത്യാധുനിക സംവിധാനങ്ങൾ ഈ കെട്ടിടത്തിനുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, US ഇന്ത്യക്ക് മുകളിൽ 50% തീരുവ ചുമത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജ സംബന്ധമായ ആവശ്യങ്ങൾ അത് പരിഹരിക്കേണ്ടത് ഈ രാജ്യത്തെ സർക്കാരിന്റെ ചുമതലയാണ് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഏതറ്റം വരെയും ഇക്കാര്യത്തിൽ തങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ ഇപ്പോൾ ചൈനയുമായി ഈ വിഷയത്തിൽ അടുത്ത് ഈ ഒരു പ്രതിസന്ധി ഓവർകം ചെയ്യാനുള്ള ശ്രമം രാജ്യം തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രി ഈ മാസം 31 തീയതികളിൽ ചൈനയിൽ എത്തുന്നുണ്ട്. SCO ഉച്ചകോടിക്ക് വേണ്ടിയാണ് എത്തുന്നതെങ്കിലും ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. അമേരിക്കയുടെ മുഖമടച്ചുള്ള അടികൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിനോടകം റഷ്യയിൽ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എത്തിയിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുന്നതിനും ആയുധങ്ങൾ വാങ്ങുന്നതിനും വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്കുമാണ് എത്തിയത്. അമേരിക്കയുടെ ഉപരോധത്തെ വെല്ലുവിളിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതാണ് രാജ്യത്തിന്റെ നിലപാട്.